Find the smallest number by which 6300 must be multiplied to make it a perfect square. 6300നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പൂർണ്ണവർഗമാകുക? 6300നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പൂർണ്ണവർഗമാകുക? പൂർണ്ണവർഗം, പെർഫെക്റ്റ് സ്ക്വയർ പറഞ്ഞാൽ പൂർണ്ണവർഗം, അതായത് കൃത്യമായ വർഗ്ഗമൂലം ഉള്ളത്. ഈ 6300 കൃത്യമായ റൂട്ടില്ല, കൃത്യമായ വർഗ്ഗമൂലമില്ല. അതിന് ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്കത് റൂട്ടുള്ള നമ്പറായി മാറുക നോക്കണം. അപ്പോൾ നമ്മൾ കണക്ക് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 6300നെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക. 6300നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക എന്ന് പറയും. അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം ഹരിക്കുക. അപ്പോൾ നമുക്കിതിനെ 5 കൊണ്ട് ഹരിക്കാം. ഒരു 5 5, ശിഷ്ടം 3 13, 2 10, ശിഷ്ടം 3 30, 6 5 30, 0. വീണ്ടും 5 കൊണ്ട് 2 10, ശിഷ്ടം 2 26, 5 25, ശിഷ്ടം 1 10, 2 10. ഇനി 2 കൊണ്ട് ഒരു 2 2 4, 6 2 12, വീണ്ടും 2 കൊണ്ട് 6 2 12, 3 2 6. ഇനി നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 2 3 6, 1 3 3, വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. 7 3 21, ഇനി 7 കൊണ്ട് ഹരിച്ചാൽ 1. അങ്ങനെ 1 എത്തണ വരെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക. ഇനി നമ്മളിതിനെ പെയറാക്കി എഴുതുക, ജോഡികളായിട്ട്. അതായത് എന്തുണ്ട്? 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 ഒരു തവണയേ ഉള്ളൂ. 7ന് ജോഡി ഇല്ല, 7 സ്ക്വയർ എഴുതാനില്ല, 7 എന്ന് മാത്രം എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പെയർ ഇല്ലാത്തത് ഏതാണ്, ജോഡി ഇല്ലാത്ത ഏതാണ്? 7 ആണ് അല്ലേ? ഒരു 7 കൂടി ചേർന്നാലേ ഇത് 7 സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം 7 ആണ്. കാരണം ആ 7 കൊണ്ട് ഒരു 7 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെ ഇൻറ്റു 7 കൂടി വരുമ്പോഴാണ് 7 സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഉത്തരം എത്രയാണ്? 7. അതായത് 6300നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. നമുക്ക് വേണമെങ്കിൽ നോക്കാം ഉത്തരം ശരിയാണോ. 6300 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യാം. 0 0 7 3 21, ശിഷ്ടം 2 7 42 2 44, 44,100. 44,100 പൂർണ്ണവർഗ്ഗം ആണോ? അതിന് റൂട്ട് ഉണ്ടോ? ഉണ്ട്. 441ൻ്റെ റൂട്ട് 21 ആണ്. 2 0 വരുമ്പോൾ അതിൻ്റെ പകുതി 0, അതായത് ഒരു 0 ഇടുക. 44,100 റൂട്ട് 210 ആണ്. 210 ഇൻറ്റു 210 മൾട്ടിപ്ലൈ ചെയ്താൽ 44,100 കിട്ടും. ഉത്തരം 210.